നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. സാധാരണയിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അധികം വൈകാണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുരുമുളകും ജീരകവും പെരുംജീരകവും. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാനിവിടെ കുറച്ച് പുളിയുടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഏകദേശം നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം. ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. ഞാനിവിടെ ഓൾറെഡി പുളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന തൈരിന് ഒരുപാട് പുളി ഉണ്ടാവാൻ പാടില്ല. അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പുളി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇത് നമുക്കൊരു കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ, അപ്പം 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ സവാള, അപ്പം ഞാനിവിടെ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് വേണം നമുക്കിത് വേവാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീണ്ടും തുറന്ന് വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കുറുകി വരും. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇത് നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.